മഞ്ജു, ശ്രീദേവി ഇവിടെ ഇല്ല, അപ്പുറത്താണ്. ഞാൻ ചേട്ടനെ കാണാൻ വന്നതാ. ഞാനൊരു കാര്യം പറഞ്ഞ അത് സ്തുതിഗീതമായി ചേട്ടന് തോന്നരുത്. ഇല്ല, ഈ വീട്ടിൽ ചേട്ടനൊഴിച്ച് ബാക്കി എല്ലാവരും ഫൂൾസ് ആണ്. ചേട്ടാ, നാളത്തെ ദിവസം എന്താണെന്നറിയോ? April 1st, അതായത് വിഡ്ഢികളുടെ ദിവസം. എല്ലാവരും ഫൂളാക്കാൻ വേണ്ടി ഞാനൊരു സൂത്രം ഒപ്പിക്കുന്നുണ്ട്. ചേട്ടനോട് മാത്രം പറയാം. നാളെ ടെറസിൽ ഈ വീട്ടിലെ എല്ലാവരും വരും. അവര് ഫൂളാകുന്ന കാണാൻ ചേട്ടൻ ആരെയും അറിയിക്കാതെ ടെറസിൽ വരണം. രാവിലെ കൃത്യം 10 മണിക്ക്. ഇങ്ങനെ ഓരോരോ വീട്ടുകൾ നാളത്തെ ദിവസം അറിയാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടാവും. അവരൊക്കെ എന്റെ പ്രദേശമായിട്ടൊന്നും ജനിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നാളെ കൃത്യം 10 മണിക്ക്. ഓക്കെ, 10 മണിക്ക്. നാളെ രാവിലെ 10 മണിക്ക്. ഇവനൊക്കെ അനുഭവിക്കുന്ന എനിക്കൊന്ന് കാണണം. പിന്നെ അപ്പോ എല്ലാരും വരുമോ? അവരെല്ലാരും ഫൂൾസ് ആവുന്ന എനിക്കൊന്ന് കാണണം. പക്ഷെ മഞ്ജു, മമ്മി അറിഞ്ഞാൽ? അതിന് ആന്റി നാളെ ഓഫീസിൽ പോകും. അടുത്ത റിലീസ് ചെയ്യാനുള്ള 2-3 പടങ്ങളുടെ സെൻസറിങ്ങിന് പോകണമെന്നാ പറഞ്ഞത്. അപ്പൊ രാജേട്ടാ, നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. ഓക്കെ? ഓക്കെ. ഇല്ലില്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എനിക്ക് അപ്പോഴേ അറിയാം ഞാൻ പറഞ്ഞ രവി വിശ്വസിക്കില്ലെന്ന്. എന്നാലും പറയാമെന്ന് കരുതി. കാരണം നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ. ഈ വീട്ടിൽ ഇത്ര ഇന്റലിജന്റും ഹാൻഡ്സം ആയിട്ടുള്ള ഒരാൾ രവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ വനയിൽ വീണുപോയത്. താങ്ക്സ് ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പൊ നാളെ രാവിലെ 10 മണിക്ക് എല്ലാവരും ടെറസിൽ വരും. വരുമല്ലോ? തീർച്ചയായും. ചേടാ, എന്റെ മക്കളെല്ലാം ഇത്രയും മണ്ടന്മാരായി പോയല്ലോ. ഞാൻ ഇവരെ ഇത്രയും കാശ് ചെലവാക്കി പഠിപ്പിച്ചിട്ട് എന്തുവാണ് പ്രയോജനം? ഒരു ശകലം കോമൺ സെൻസ് ഇല്ലാതായി പോയല്ലോ. അങ്കിൾ, ഞാൻ പറഞ്ഞതുപോലെ നാളെ 10 മണിക്ക് എത്തണം. ചേച്ചി, കാര്യമൊക്കെ കൊള്ളാം. മമ്മി അറിഞ്ഞാൽ സ്ഥിതി എന്താണെന്ന് അറിയാല്ലേ. അവസാനം ചേച്ചിയും കൂടെ കാലു മാറി കഴിഞ്ഞാൽ പിന്നെ എന്റെ അഡ്രസ് പോലും കാണൂല. ഒന്നും സംഭവിക്കില്ല. ഡാൻസ് പഠിപ്പിക്കാനെന്ന് പറഞ്ഞോണ്ടാ ഞാൻ കൂടി നിൽക്കുന്നത്. നിന്റെ ഒരു ഡാൻസ് എന്നെ മമ്മൂട്ടിയായി തരാന്ന് പറഞ്ഞ ഒരു കാര്യം നടന്നില്ല. രണ്ടുപേരുടെ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ നാളത്തെ കാര്യം ഒരു കുഞ്ഞു പോലെ അറിഞ്ഞു പോരുത്. ചേച്ചേ, ആരെയും കാണുന്നില്ലല്ലോ. കഴുതോളൊന്നും എത്തിയിട്ടില്ലെന്നാ തോന്നുന്നത്. ആ, വരട്ടെ. ഞാൻ കാലത്തെ ഒരല്പ കാറ്റുവെള്ളം വന്നാ. രാവിലെ ഇത്തിരി കാറ്റുള്ളത് നല്ലതാ. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനിപ്പോ ഇങ്ങനെ. എന്താ രണ്ടുപേരും ഇവിടെ? നീ ഇവിടെ ഇപ്പൊ എന്തിനു വന്നു? ഞാൻ കുറെ ദിവസം ടെറസിന്റെ മുകളിലേക്ക് വന്നിട്ട് ചുമ്മാ ഇവിടെയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. എന്താണ് പതിവില്ലാതെ നമ്മുടെ വീട്ടിലൊരു ചിരിയും കളിയും ഒക്കെ? എടാ കഴുതകളെ, നീയൊക്കെ ഇത്ര മണ്ടന്മാരായി പോയല്ലോടാ. ആ മഞ്ജു നിങ്ങളെ ഏപ്രിൽ ഫൂളാക്കിയതാ. അയ്യോ ഡാഡി, മഞ്ജു എന്നോട് പറഞ്ഞതാ നിങ്ങളെയൊക്കെ ഏപ്രിൽ ഫുൾ ആക്കാൻ ടെറസിൽ എടുത്തുന്നു. എന്നോടും പറഞ്ഞതാ. അയ്യോ ഡാഡി, എന്റെ അടുത്തും പറഞ്ഞു. ഓഹോ, അവള് നമ്മളെല്ലാം ഫൂളാക്കിയതാണെന്നാ തോന്നുന്നത്. ഏതായാലും നമ്മൾ ഫൂളായ ഒരു അവൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് വേഗം സ്ഥലം വിടാം. യുവർ അറ്റൻഷൻ പ്ലീസ്. പത്മാവതി, നീ ഒന്ന് സമാധാനപ്പെടും. നമ്മുടെ മക്കൾ ചിരിച്ച് സന്തോഷമായി കഴിയുന്നത് നിനക്കിഷ്ടമല്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഈ വീടിനെ ഒരു ഹോട്ടലോ നൃത്തശാലയോ ആക്കി മാറ്റാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതും ആയിക്കോട്ടെ. നിങ്ങളുടെ ചിട്ടകളും ശീലങ്ങളും നിന്നെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പത്മാവതി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക. വേണ്ട, നിങ്ങൾ ഒന്നും പറയണ്ട. ശരി, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം.
ഇതുവരെ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് പോലെ മാത്രമേ എല്ലാം നടന്നിട്ടുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. ഇന്നുവരെ ഈ വീടിനെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവുമായിരുന്നു. പക്ഷെ ഇന്നെല്ലാം നഷ്ടപ്പെട്ടു. ഇന്നിവിടെ നടന്ന സംഭവം എന്നോടുള്ള തിരിച്ചടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ അതിന്റെ മുഖത്ത് നോക്കി പറയാമായിരുന്നല്ലോ. അതിന് പകരം ഞാനില്ലാത്തപ്പോൾ നമ്മുടെ വീട് ഇത്ര അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്റെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. ഞാൻ ഇത്രയും കർശനമായിരുന്നില്ലെങ്കിൽ രോഗിയായി നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും സദാസമയം ക്ലബും ചീട്ടുകളുമായി ജീവിതം നശിപ്പിക്കുമായിരുന്നു. നീ ഒരു ഡോക്ടർ ആവില്ലായിരുന്നു. ദാ ഇവൻ പഠിപ്പ് നിർത്തി സിനിമാ ഭ്രാന്ത് പിടിച്ച് എവിടെയെങ്കിലും അലിഞ്ഞു തിരിയുമായിരുന്നു. ഞാനിങ്ങനെ കടുംപിടുത്തം പിടിച്ചതുകൊണ്ടാ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനെങ്കിലും നിങ്ങൾ എല്ലാവരും ആ ഡൈനിങ് ടേബിളിലോട്ട് വന്നിരുന്നത്. അതൊക്കെ നമ്മുടെ കുടുംബത്തിന് നന്ദിക്ക് വേണ്ടി മാത്രമായിരുന്നില്ലേ? പക്ഷെ നിങ്ങൾക്ക് തോന്നിയത് അതെല്ലാം ഒരു അടിമത്തമായിട്ടാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. മമ്മി, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. മറ്റന്നാൾ നിങ്ങളുടെ അമ്മാവിന്റെ മകൻ ജയദേവന്റെ വിവാഹമാണ്. ഞാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, പോകാതിരിക്കാം. ആന്റി, മോളോട് ദേഷ്യാണോ? മോളിനോട് തെറ്റും ചെയ്യില്ല. മുത്തശ്ശി മോളോട് പിണങ്ങരുത്. വിഷമിക്കാതിരിക്കും മഞ്ജു, എല്ലാം ശരിയാകും. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. നോ, മഞ്ജു ഇവിടുന്ന് പോകരുത്. മഞ്ജു ഇല്ലാതെ എനിക്ക്... ഇല്ല രവി, ആന്റി ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കില്ല. അഥവാ മമ്മി സമ്മതിച്ചില്ലെങ്കിലും മഞ്ജുവിനെ ഞാൻ വിവാഹം കഴിക്കും. നാളെ ഞങ്ങളെല്ലാം അമ്മാവന്റെ മകന്റെ വിവാഹത്തിന് കണ്ണൂർക്ക് പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് വന്നിട്ട് മമ്മിയുമായി എല്ലാം സംസാരിച്ച് ശരിപ്പെടുത്താം. ഞാൻ വരുന്നതുവരെ മഞ്ജു ഇവിടെ തന്നെ ഉണ്ടാകണം. വരട്ടെ ഡാഡി. പോട്ടെ മുത്തശ്ശ. ശരി. പോയിട്ട് വരട്ടെ ഡാഡി. പോയിട്ട് വരട്ടെ. വരട്ടെ ഡാഡി. ശരി, പോയിട്ട് വരൂ. എടോ ഗേൾഫ്രണ്ടേ, തനിക്ക് എന്ത് പറ്റിയിടോ? ദേ,
എനിക്ക് ഈ കണ്ണീര് കാണുന്ന ഒട്ടും ഇഷ്ടമല്ല. ആന്റിയോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ യാത്ര അയക്കാൻ പോലും ആന്റി വരാതിരുന്നത്. മോളൊന്നും വിഷമിക്കണ്ട. മോളൊരു കാര്യം ചെയ്യും, മോൾ ആന്റിയുടെ അടുത്ത് ചെന്ന് നിന്റെ മധുരമുള്ള സ്വരത്തിൽ ഒരു 2 ഡയലോഗ് ആക്കിയാൽ മതി, എല്ലാം ശരിയാവും. ബാക്കി കാര്യം ഈ ബോയ് ഫ്രണ്ട് ഏറ്റു. ചെല്ലു മോളെ. ആന്റി, എന്നോട് ക്ഷമിക്കൂ ആന്റി. ഇന്നലെ നടന്ന സംഭവങ്ങൾക്കെല്ലാം കാരണക്കാരി ഞാനാണ്. ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിനുള്ള ഉത്തരവാദി ഞാനും ഈ വീട്ടിലുള്ളവരും മാത്രമാണ്. അതിഥികളായി വരുന്നവർക്ക് ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഞാനത് സമ്മതിക്കുന്നില്ല. ആന്റി, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല. എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ ആന്റി. എന്താ ഇത്? മഞ്ജു മുറിയിലേക്ക് പോയിക്കോളൂ. മക്കളൊക്കെ പോയപ്പോ വീട് ഉറങ്ങിയതുപോലെ ആയി അല്ലേ പത്മാവതി? അവരെല്ലാവരും കൂടെ ഉറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ മനസ്സിന് എന്തോ ഒരു പ്രയാസം. മനസ്സിന് കൂടുതൽ ശക്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അവരോരോരുത്തര് അവരവരുടെ കാര്യങ്ങൾ നോക്കി വീട് വിട്ടിറങ്ങി പോകുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് താങ്ങാനാവില്ലെന്ന് വരും. നീ എന്താ പത്മാവതി പറയുന്നത്? സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു. അവർ കുട്ടികളല്ലേ, പക്വതയും വിവരമുള്ള നമ്മളല്ലേ അതൊക്കെ ക്ഷമിക്കേണ്ടത്. നീ അതൊക്കെ അങ്ങ് മറന്നേക്ക്. കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാനാവില്ല.